പ്രീ കീമോ കൗൺസിലിംഗ് പോലെ തന്നെ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്നിടത്ത് നമുക്ക് റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രീ റേഡിയേഷൻ കൗൺസിലിംഗ് ഉണ്ടാകാം. പിന്നെ നമുക്ക് സർജറിക്ക് മുമ്പ് പ്രീ സർജിക്കൽ കൗൺസിലിംഗ് ഉണ്ടാകാം. പിന്നെ സർജറിക്ക് ശേഷവും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ശരിക്കും മരുന്നിനേക്കാൾ പ്രാധാന്യമുണ്ട് ഓരോ രോഗിക്കും നമ്മുടെ മനസ്സിൻ്റെ ബലം. അതായത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ഒരു രോഗം മാറാൻ വേണ്ടി ഓരോ രോഗിക്കും പ്രധാനമായി വേണ്ട കാര്യം. എനിക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞ നിമിഷം തന്നെ എൻ്റെ മക്കൾ, അതായത് ഞാൻ കാണിക്കുന്നത് MVR ഹോസ്പിറ്റലാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ കാണിക്കുന്ന ഓങ്കോളജിസ്റ്റ് ശ്രീധരൻ സാറിനോട് എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മയ്ക്ക് ഒരു കൗൺസിലിംഗ് വേണം. കാരണം ഇത് വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ. എല്ലാത്തിനോടും പോസിറ്റീവ് സമീപനം മാത്രമാണ് ഞാൻ സ്വീകരിച്ചിരുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം പ്രശ്നങ്ങൾ വരട്ടെ, പിന്നെ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാമെന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞിരുന്ന ആളാണ് അവരുടെ അമ്മയെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് രോഗലക്ഷണങ്ങൾ ക്യാൻസർ ആണെന്ന് കൺഫേം ആയതിനു ശേഷം, അതായത് എൻ്റെ കുറച്ച് സമയം എൻ്റെ മക്കൾ എന്നോടിത് പറയാതിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് എന്നോട് പറയാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് മമ്മിക്ക് ക്യാൻസർ ആണ് എന്ന് കൺഫേം ആണ് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് തന്നെ എനിക്ക് നേരത്തെ ലക്ഷണങ്ങളിൽ കൂടി ഒരു സംശയമുള്ളത് കൊണ്ട് ഞാൻ മാനസികമായി ഒരു 2 ദിവസം മാത്രമേ പൂർണ്ണമായി അതിനെ ഉൾക്കൊണ്ടു അതിനോട് പോരാടാൻ തീരുമാനിച്ചു. അതായത് 2 ദിവസം എനിക്ക് ചെറിയൊരു മാനസികമായൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ അതൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് MVRലെ ശ്രീധരൻ സാറ് എന്നോട് ക്യാൻസർ ആണ്, അതായത് ട്രിപ്പിൾ നെഗറ്റീവാണ്, അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങൾ ഒക്കെ എന്നോട് സംസാരിച്ചു. അപ്പം അത് ട്രിപ്പിൾ നെഗറ്റീവ് അത്ര നല്ലതല്ലാത്ത ഒരു തരമാണ് താൻ. പക്ഷെ ഞാൻ അതിന് മറുപടിയായിട്ട് ഒട്ടും മടിക്കാതെ തന്നെ ഡോക്ടറോട്, ഇനി ഈ രോഗത്തെ കുറിച്ച് നമുക്ക് ഈ രോഗത്തിനോട് പോരാടാൻ എന്താണ് വഴികൾ, നമുക്കപ്പം കീമോ എത്ര വേണം, നമുക്ക് റേഡിയേഷൻ എത്ര വേണം, സർജറി എങ്ങനെയാണ്, നമുക്ക് ആദ്യം തന്നെ സർജറി ആണോ വേണ്ടത്, അതായത് സർജറി ചെയ്യുക, പിന്നെ അത് കീമോ കഴിഞ്ഞാണോ സർജറി ചെയ്യുന്നത്, പിന്നെ ഇമ്മ്യൂണോതെറാപ്പിയുടെ ആവശ്യകത എന്താ, നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ വേണമെന്ന് ഡോക്ടറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇമ്മ്യൂണോതെറാപ്പിയുടെ ആവശ്യകത എങ്ങനെയാണ്, അപ്പോൾ എനിക്ക് എത്രമാത്രം ഈ രോഗത്തെ എനിക്ക് കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡോക്ടറോട് ആ സ്പോട്ടിൽ തന്നെ ചോദിക്കുകയുണ്ടായി. അതായത് നമ്മുടെ സർജറിയുടെ സമയത്ത് നമ്മൾ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യുകയാണോ, അതോ നമുക്ക് ആ ബ്രസ്റ്റിലുള്ള മുഴ മാത്രം റിമൂവ് ചെയ്യുകയാണോ, കാരണം ഇത് രണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിജയസാധ്യത എങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ അന്നേരം ശ്രീധരൻ സാറിനോട് ചോദിച്ചിരുന്നു. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി തന്നെ ശ്രീധരൻ സാറ് അതിന് മറുപടിയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെ തുടർന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എന്നാൽ സൈക്കോ ഓങ്കോളജിസ്റ്റിനെ കാണിക്കണോ എന്നുള്ള എൻ്റെ മകൻ്റെ ചോദ്യത്തിന് ശ്രീധരൻ സാറ് പറഞ്ഞു, ചിലർക്ക് കാണിക്കേണ്ടി വരും, കാരണം എല്ലാ പേഷ്യൻസും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം നിന്റെ അമ്മ എന്നോട് ചോദിച്ചു, അതിന് മറുപടി ഞാൻ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സമാധാനത്തിനും അവരുടെ മനസ്സമാധാനത്തിനും ഒക്കെ ആയിട്ട് തന്നെ ഞാൻ സൈക്കോ ഓങ്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നു. സാധാരണ രീതിയിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഏകദേശം എൻ്റെ ഒരു പ്രായം വരുന്ന ഒരു സ്ത്രീ അവിടുന്ന് ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടു. കാരണം ഒത്തിരി പുള്ളിക്കാരിയും എൻ്റെ പോലെ തന്നെ ഒരു ക്യാൻസർ രോഗിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. കാരണം സൈക്കോ ഓങ്കോളജിസ്റ്റ് ഒത്തിരി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, രോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അത് പേടിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ മനസ്സിന് നന്നായി ബലം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതും ഉൾക്കൊള്ളാൻ പറ്റാതെ അത്ര വിഷമിച്ച് പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ഞാൻ സൈക്കോ ഓങ്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് ഞാൻ പുറത്ത് വരുമ്പം ശരിക്കും അവിടെ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ശാന്തതയാണ് ഞാൻ കണ്ടത്. കാരണം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഹസ്ബൻഡ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരിയുടെ മനസ്സിന് ഒത്തിരി ശാന്തത ഞാൻ കണ്ടു. അവർക്ക് സൈക്കോ ഓങ്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പേടിക്കാതെ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റും, അല്ല എനിക്ക് ഈ രോഗത്തിനെ കുറിച്ച് പേടിക്കണ്ട
എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കൗൺസിലിങ്ങിന് ആളുകളുണ്ട്, അതായത് ക്യാൻസർ സെന്ററുകളിലൊക്കെ കൗൺസിലിങ്ങിന് ആളുകളുണ്ട്. പക്ഷേ MVR കാരിത്താസ് ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി തുടങ്ങിയ ഹോസ്പിറ്റലുകൾ സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ട്. പക്ഷെ എല്ലാ ഹോസ്പിറ്റലുകളും സൈക്കോ ഓങ്കോളജിസ്റ്റ് ഇല്ല. പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് ഒരുപാട് ഇമോഷണൽ ടൈപ്പ് ഓഫ് ഇഷ്യൂ ഉണ്ടാവും. കാരണം അത് ക്യാൻസർ ആണെന്ന് അറിയുന്ന ആ സമയം മുതൽ നമ്മൾ ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുന്ന ആ സമയം വരെ ഈ ഭയങ്കരമായിട്ടും ഇമോഷണൽ ഇഷ്യൂ തന്നെ ഉണ്ടാകാം. അതായത് ഈ പ്രീ കീമോ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ രോഗികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതായത് ഈ സൈക്കോ ഓങ്കോളജിസ്റ്റ് രോഗികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഈ സിംറ്റംസ് ഒക്കെ തന്നെ ടെമ്പററി ആണ്. ഇത് തുടർന്ന് ആ കീമോയുടെ ആ ടൈം കഴിയുമ്പം ഇത് മാറിപ്പോകും. ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ തന്നെ അവർ പറഞ്ഞു കഴിയുമ്പം ഈ രോഗികൾക്ക് വല്ലാത്തൊരു റിലീഫ് തന്നെ ഉണ്ടാകും. അത് പ്രീ കീമോ കൗൺസിലിങ്ങിന് അത് നന്നായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ കീമോ കൗൺസിലിംഗ് പോലെ തന്നെ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്നിടത്ത് നമുക്ക് റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രീ റേഡിയേഷൻ കൗൺസിലിംഗ് ഉണ്ടാകാം. പിന്നെ നമുക്ക് സർജറിക്ക് മുമ്പ് പ്രീ സർജിക്കൽ കൗൺസിലിംഗ് ഉണ്ടാകാം. പിന്നെ സർജറിക്ക് ശേഷവും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് കിട്ടും. പിന്നെ സർജറിക്ക് മുമ്പ് തന്നെ മിക്കവാറും പേഷ്യൻസ് ഒത്തിരി ആങ്സൈറ്റി ഉള്ളവർ തന്നെയാണ്. കാരണം സർജറി എന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് ഒരു ഭീതികരമായിട്ട് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. സർജറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സർജറി ടൈമിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ട്രീറ്റ്മെൻറ്റിന് മുമ്പും ഈ മെഡിക്കൽ അല്ല സൈക്കോ ഓങ്കോളജിസ്റ്റിൻ്റെ റോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 50% പേഷ്യൻസും ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വന്നേക്കാം. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു ആങ്സൈറ്റി അവരുടെ അതെല്ലാം അവരെ ചിലപ്പോൾ ഒരു മെൻ്റൽ ഡിസോർഡറിലേക്ക് തന്നെ എത്തിക്കാം. അപ്പം രോഗികളെ ഇതിൽ നിന്നൊക്കെ മാറ്റി രോഗികൾക്ക് മാനസികമായി ഹെൽത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു സൈക്കോ ഓങ്കോളജിസ്റ്റിൻ്റെ മിടുക്ക് തന്നെയാണ്. പിന്നെ ചിലർക്ക് പുറത്തുള്ളവരുടെ സമീപനവും ഒരു ഡിപ്രഷൻ്റെ സിംറ്റംസും ഒക്കെ കാരണം, അതായത് നമുക്ക് ചികിത്സയുടെ സമയത്ത് എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഓരോ ദിവസങ്ങൾ എനിക്ക് ക്ഷീണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എൻ്റെ രോഗം ഇതാണല്ലോ, എനിക്ക് ജീവിതമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചോ വിഷമിക്കുന്ന ഒത്തിരി രോഗികളുണ്ട്. അവരൊക്കെ അങ്ങനെയുള്ളവർ ഒട്ടും മടിക്കരുത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എനിക്ക് ഈ ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ട് എന്ന് നമ്മളെ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റിനോട് പറയുകയാണെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ നമ്മളെ സൈക്കോ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തിക്കും. ചിലർക്ക് മെഡിക്കേഷൻ്റെ ആവശ്യം ഉണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സൈക്കോ ഓങ്കോളജിസ്റ്റ് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ക്യാൻസർ ഹോസ്പിറ്റലുകളിൽ ഈ സൈക്കോ ഓങ്കോളജിസ്റ്റിൻ്റെ സേവനം എത്രത്തോളമാണ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തലുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.